ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലും ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ആ ചതച്ചെടുത്തത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. പിന്നെ അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർക്കുന്നത്. ഈ ഒരളവ് വെച്ചിട്ട് ഒരു 11 ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ 11 ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇത് വെച്ചിട്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളല്ല, ഒരു 2 നുള്ളൊക്കെ ഉപ്പ്, ഈ ഒരു മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതല്ലേ, അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യോ ബട്ടറോ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്, അരിവശമൊന്നും കളയാതെ മുഴുവനായിട്ട് അങ്ങ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു എഗ്ഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ പാൻ ചൂടായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ 3 വെച്ചിട്ടാണ് ഒരു തവണ ഒരു ബാച്ചിൽ 3 കേട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ആ ഭാഗം ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് പഞ്ചസാരയും ഏലക്കായും മുട്ടയൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കുമല്ലോ, അത് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ്. അപ്പം സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അതും ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്